എണീറ്റ് നിൽക്കിച്ചേ ഞാനിവിടെ സീറ്റിൽ നീച്ചിക്കോട്. ആനപ്പുറത്ത് കയറാൻ ആൾക്കാരാട്ടോ. അപ്പോൾ നമ്മൾ ഒരു പറഞ്ഞത് വെറുതെ അല്ല അല്ലേ? ഇവരൊക്കെ ഉണ്ടാ. ഓ കാട്ടുപോയി ഒറിജിനൽ സാധനം കണ്ടോളി മക്കളെ. ഹായ് 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 ചെങ്ങന്മാരെ, എല്ലാവർക്കും അവിടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ആഹാ ചെങ്ങന്മാരപ്പം ഞങ്ങൾ കാസിരംഗ നാഷണൽ പാർക്കിൻ്റെ സഫാരിക്ക് പോകാൻ വേണ്ടി തയ്യാറാകാനൊന്നുമില്ല. രാവിലെ വണ്ടി വന്നാൽ പോവാം. ആന സഫാരി നമുക്ക് കിട്ടില്ല. അതാ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് എന്താ എലിഫന്റ് സഫാരിക്കായിരുന്നു. പക്ഷേങ്കിൽ നമുക്ക് അന്ന് നമ്മൾ ഫസ്റ്റ് ദിവസം വന്നത് നമുക്കത് കിട്ടിയതാണ്. അതെ, നമ്മൾ അന്ന് തന്നെ എടുത്ത് പോയാൽ മതിയായിരുന്നു എന്ന് തോന്നി. ഇപ്പം ഏതായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈ ജീപ്പ് സഫാരി ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു നാഷണൽ പാർക്കിനുള്ളിൽ, കാരണം ടൈഗർ റിസർവിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ സഫാരി എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ. ജോണ് ഏതെങ്കിലും കാട്ടു കൂടെ ഇല്ല. അതെ, ഞങ്ങൾ രണ്ടാളും ആദ്യമായിട്ടാണ്. നമ്മളവിടെ മുതുമല ഉണ്ട്, അതുപോലത്തെ ബന്ദിപ്പൂരുണ്ട്, മുത്തങ്ങ ഉണ്ട്, അങ്ങനെ അങ്ങനെ ഒരുപാടുണ്ടല്ലോ. അവിടെ ഒന്നും നമ്മള് സഫാരി ചെയ്തില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്യണം. അതിന് വേണ്ടിട്ട് ആസാമിൽ കാസിരംഗയ്ക്ക് വരേണ്ടി വന്നു. എന്നാ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഷെയർ ചെയ്യുന്നതിലേക്ക് മറക്കരുത് അല്ലേ? നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വണ്ടിന് ഇവിടെ ഇവിടെ തന്നെ ഇട്ടിട്ട് നമ്മുടെ വണ്ടി ഇങ്ങോട്ട് വരും, നമ്മൾ വണ്ടി കയറുന്നു പോകുന്നു അല്ലേ? ഓക്കെ. ക്യാമറ കൊണ്ടുപോകണേ പ്രശ്നമൊന്നുമില്ല, ചിലപ്പോൾ സ്റ്റിക്ക് വെച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ക്യാമറക്ക് പൈസ ആകുന്നുണ്ട്, 1000, 300, 400 അതിനുണ്ട്. ക്യാമറൻ്റെ സ്റ്റിക്ക് വരാം. ക്യാമറ കൊണ്ടുപോയ ചാർജാ ഇതാണ് നമ്മളെ വണ്ടി. പോലൊക്കെ ക്യാമറ ചാർജും കൊടുക്കാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് മൊബൈലിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾ കയറട്ടോ ഞങ്ങൾ വണ്ടിയിൽ. പോട്ടെ, കാടിനകത്തേക്ക് ഏകാന്തചന്ദ്രികയോ കൊള്ളാട്ടാ, നല്ല വൈബുണ്ട്. രാവിലെ തന്നെ നല്ല ഇതെന്താ കച്ചവടക്കാരാ. കാസിരംഗ നാഷണൽ പാർക്ക് ഞങ്ങൾക്ക് രണ്ടാക്കും പാടെ വലിയൊരു ജീപ്പ്. അങ്ങനെയെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ കരുതിയ പോലെയല്ല, ഇവിടെ കയറിയപ്പോൾ ഇതിനകത്തൊരു ലോകം തന്നെ ഉണ്ട്, വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ അല്ലേ? ഓ, വലിയൊരു ലോകം തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ചെക്കിങ് ചെയ്യാണ്ട്, ഇവർക്ക് തന്നെ ചെയ്യാണ്ട്. അപ്പോൾ ഇവർ ചെയ്ത് നമ്മളുടെ എന്താ പറയുക, എൻ്റെ പാസ് എന്താ എടുക്കണം. പിന്നെ നമ്മുടെ ക്യാമറ കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല, എന്നാലും നോക്കുക. അങ്ങനെ വരി നിരയായി നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അവിടേക്കൊരു പാലം കെട്ടിയിട്ടുണ്ടല്ലേ? ബോട്ടിങ് ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെയെങ്കിൽ ഞങ്ങൾ അതാ കാസിരംഗ നാഷണൽ പാർക്കിൻ്റെ ഉൾവനത്തിലേക്ക് ചേക്കേറുകയാണ്. ഫറൂഖ് അഹമ്മദ് എന്നാണ് നമ്മളുടെ ഇക്കാൻ്റെ പേരിട്ടാ. നമ്മളെ കൊണ്ടുപോകുന്നത് ഇക്കയാണ്. ഇവിടെ ചെക്കിങ് ചെയ്യാണ്ട് പാലം കയറി കഴിഞ്ഞാൽ നമ്മൾ കാടിനകത്തേക്ക് പോകണോ നോക്കിയിട്ട് കാര്യമില്ല. അതാ ഞങ്ങൾ അങ്ങനെ കാസിരംഗയുടെ അകത്തേക്ക് ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ടാ നദിക്ക് നാം കേ ജഡ്ഡുക്കുള്ളു എന്ന് പറയുന്ന ഒരു റിവറും കഴിഞ്ഞ് പോണം. ഇവിടെയാണ് എലിഫന്റ് സഫാരിയിലെ. നമ്മൾ ഇന്നലെ എലിഫന്റ് സഫാരി എടുക്കണമെന്ന് കരുതിയതാണ്, പക്ഷേ എങ്കിലും നമ്മൾക്ക് പറ്റിയില്ല, കിട്ടിയില്ല. നല്ല ആളുണ്ട് അല്ലേ? ഈ ലാസ്റ്റ് ട്രിപ്പ് പോലും ആയില്ല. പക്ഷേ എങ്കിൽ ആനമ്മ പോകുന്ന ഒരു ഫീൽ ചെന്ന് ആലോചിച്ച് നോക്കാം. ഒരു കാടാകുമ്പോൾ ആ കാട്ടിലൂടെ ഒരു ആന ഉണ്ടെങ്കിൽ ആ ആനപ്പുറത്ത് പോകുമ്പോൾ കിട്ടുന്നത് അത് വേറൊരു അനുഭൂതിയാണ്. ഇതൊക്കെ ആനപ്പുറത്ത് കയറാൻ ആൾക്കാരാട്ടോ. അപ്പോൾ നമ്മൾ ഒരു പറഞ്ഞത് വെറുതെ അല്ല അല്ലേ? ഇവരൊക്കെ ഉണ്ടാ. ഞാനെ കണ്ടില്ല അല്ലേ? ആകെ ആന, ചുറ്റും ആന. അയ്യോ എന്നടാ സംഭവം കൊള്ളാട്ടാ. ആഹാ, കാട്ടിൽ ഒന്നും കണ്ടില്ലെങ്കിൽ ആന കണ്ടില്ലേ അല്ലേ? ഒന്നും കണ്ടില്ലെങ്കിൽ ആന കണ്ട്. അങ്ങനെ നമ്മള് നേരം വയ്ക്കോ? പല വഴികളുണ്ട്, ഇതിലുണ്ട്. നമ്മളുടെ ഫറൂഖ നമ്മളെ കൊണ്ടുപോകുന്നത് ദോയിയാണ്. ഇതെന്താ വെച്ചാൽ ഈ വണ്ടിയിലും ആനപ്പുറത്തും പോകുന്നതിലുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടോ?
ആനപ്പുറത്താകുമ്പോൾ ഈ മൃഗങ്ങൾ അല്ല ഇതിലിറങ്ങി നടക്കും അവർ. ആന ഇതിലിറങ്ങി നടക്കും. അപ്പം മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനടുത്തേക്ക് ആന പോകും. പക്ഷേങ്കിൽ ജീപ്പ് പോവോ ഇല്ല. അതാ വരുന്നത്, അത് വരുന്നോടാ, ആന വരുന്നോടാ, ആന വരുന്നോടാ. നമ്മൾ നോക്കണ്ടോ, ശ്രദ്ധിച്ചാ കാണാക്കാൻ അവിടെ രണ്ടെണ്ണോ അല്ലേ. ओ इधर में कितना एलिफेंट है ना भैया? 46। ओ पूरा फुल बुकिंग. कांडा मैंने कंडू. कांडा मैन. ഓ ठीक है ലെറ്റ്സ് ഗോ. ബേടാ എന്താ പാടാ വേറൊക്കെ നമ്മളെന്ന് കോമഡി ആക്കണോണ്ട് കൊള്ളാം. നമുക്ക് കിട്ടിയ ആള് സാറാട്ടാ. ഇതൊരു ചെറിയൊരു എന്താ കായൽ പോലെ കിടക്കുന്ന ഒരു പാടം അല്ലേ. ഇവറ്റകൾക്ക് എന്താ പറയാ അതിൽ നീരാടാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ളൊരു പാടം. ചളിക്കുണ്ട്. അങ്ങനെ നമ്മൾ കാസിറങ്ക നാഷണൽ പാർക്കിന്റെ നടുവിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ. നമ്മളന്ന് ചെയ്യാത്തതിലേക്ക് വേണം നഷ്ടം തോന്നാ അല്ലേ. ഏത് നിമിഷം എടുക്കണ്ടാണ്. തള്ളയും കുട്ടിയാണ് അതല്ലേ. ഇത് നമ്മളവിടെ പാടത്ത് കൂടെ പോത്താളെ അളക്കണ മാതിരി ആട്ടാ. എന്നപ്പോട്ടാ റൈന മലയാളത്തിൽ കാണ്ടാമൃഗം. दूध खाता है. दूध कर रहे. ओ ठीक है. ये फीमेल है राइनो. उधर है हॉगगिर. वहाँ पे बहुत दूर में. ഓ बहुत दूर है. അവിടെ കുറേ ദൂരത്താണുള്ളത്. ആഹാ ലെറ്റ്സ് ഗോ. അതെ ഇവിടെ അനാവശ്യമായിട്ട് സമയം കണ്ട നമുക്ക് ഉൾവനത്തിലേക്ക് പോകണം. നമുക്ക് കൊളക്കോയും ഉണ്ടോ ചെങ്ങന്മാർ നമ്മളെ മുന്നിൽ ഒരുത്തം പോകുന്നുണ്ട് കണ്ടങ്ങള്. നമ്മളെ മുന്നിൽ സാധനത്തിനെ കണ്ടില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. കൊമ്പില്ലേ കാണ്ടനെ കണ്ടില്ലാന്ന് പറയരുത് അല്ലേ. വണ്ടിയാണ് ആളെ കിട്ടിച്ച് ക്യാമറ കുടിച്ച് നിൽക്കുന്നത്. ഓ നമ്മളെ മുന്നിൽ കൂടെ അങ്ങനെ നടക്കുക കേട്ടോ. ഉല്ലാത്തണവൻ അല്ലേ. ഉല്ലാത്തണേ കൊള്ളാം. സംഭവം കൊള്ളാം. സംഭവം കാണണ്ടിട്ടാ അല്ലേ. ജീപ്പ് സഫാരി ആണെങ്കിലും ആളെ കാണുന്നുണ്ട്. പിന്നെ മാത്രല്ല അടുത്ത് തന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതാണ് മെയിൻ ആളാണിത് അല്ലേ. അടിപൊളിയാണ്. ഫറൂഖ് നമ്മളെ രണ്ടാമത്തെ വണ്ടിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇവലും കൂടി കുറച്ചു നേരം കണ്ടു കഴിഞ്ഞാൽ മോനെ നല്ല വ്യൂ സൗണ്ട് നമ്മള് ഫുള്ള അലമ്പ്. ഉലാത്തണുണ്ടോ സാധനം കണ്ടില്ല എന്ന് പറയണ്ടട്ടാ. മുതലായില്ലേ. മുതലായി എന്താ പറയണ്ടാ. ഇതിലൊരു ഓഫീസറുണ്ട്, അതാണ് പ്രശ്നമായത്. ഇല്ലാതാണെങ്കിൽ ഓക്കെ അല്ലേ. ഇത്ര അടുത്ത് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. അതും ഉള്ളതിൽ വലുതിനാണ് കിട്ടിയുള്ളത്. അതായത് പണ്ട് കാലങ്ങളിലൊക്കെ ഈ കാസിറങ്ക നാഷണൽ പാർക്കിൽ നിന്നും ഈ കാണ്ടാമൃഗങ്ങളെ വേട്ടയാടിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് വേട്ടയാടിയിരുന്നത് ഇവയുടെ കൊമ്പിന് എന്തോ ലൈംഗികപരമായിട്ട് എന്തോ ഒരു ഗുണമുള്ള കൊമ്പാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അവരന്ന് വേട്ടയാടിയിരുന്നത്. ഇപ്പൊ വേട്ടയാടൽ കാര്യങ്ങളൊന്നുമില്ല. അതായത് സത്യത്തില് ഇതിന്റെ കൊമ്പ് സാധാരണ നമ്മളുടെ നഖം വളരുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ മുടി വളരുന്നത് പോലെ സാധാരണഗതിയിൽ വളരുന്ന ഒരു സംഭവമാണ് ഈ കൊമ്പ്. അത് ഇതിന് അത്തരത്തിൽ വളരുന്നതാണ് എന്ന് മാത്രം. അല്ലാതെ ഇതിന് പ്രത്യേകിച്ചൊരു ഔഷധ ഗുണമോ അല്ലെങ്കിൽ പ്രത്യേകിച്ചുള്ള ഒരു ഗുണമോ മണമോ ഒന്നും സംഭവം ഇതിനില്ല. അതാണ് എന്നിട്ട് പോലും അന്ന് അത്തരത്തിൽ വേട്ടയാടിയിരുന്നു എന്ന് പറയപ്പെടുന്നത്. ഇപ്പോഴും പലയിടങ്ങളിലും മറ്റു പല രാജ്യങ്ങളും വേട്ടയാടുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതുകൊണ്ട് അത്ര വ്യത്യ ഗുണങ്ങളില്ല. ചെങ്ങന്മാരതാക്കുന്ന സാധനം എണീറ്റ് നിൽക്ക. ഞാനിവിടെ സീറ്റിൽ നീച്ചിക്കോണ്. ശരിക്കും കൊമ്പുണ്ടപ്പോളേ അടിപൊളി അല്ലേ. ഒറൂക്ക ഫുൾ സപ്പോർട്ട്. ഒറൂക്കല്ലേ നല്ല സപ്പോർട്ട് കിട്ടി. അടിപൊളി. ചെങ്ങന്മാര് ചെക്കൻ പോയിട്ടാ. ചെക്കന് കാട്ടിൽ കയറി അല്ലേ. ഓന് അങ്ങനെ കാട്ടുകഥാ പോണ്. ഞാൻ അവിടെ നിന്നിട്ട് തിരിച്ചല്ല
ഒന്ന് പോകേടാ പറഞ്ഞു. ഇത്ര നേരത്തെ വ്യൂ വന്നില്ലേ ഞാനെന്നൊക്കെ പറയുന്നത്. ആഹാ ഓൻ്റെ ആ മക്കളെ കാടിൻ്റെ ഒരു ഭംഗി എന്താ ഒരു രക്ഷയല്ലട്ടാ. പൊള്ളി വൈബ്, മൂഡ് വൈബ്. പിന്നെ അതിനേക്കാളുള്ളത് ഒരു ജാതക്കില്ല ആളുണ്ട് ബാക്കിൽ. ഫുൾ ടീമായിട്ട് ഞങ്ങൾ പോണത്. അവിടെ ഒന്ന് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പോവാ. ആ ഒരു ഫീലിക്ക്. കാണ്ടാമൃഗം മാത്രമല്ല, മാനുണ്ട്, ആനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ മാനിനെ കണ്ട പന്നിതാ ഇല്ലാതെ ഒരു പന്നി നടക്കുന്നത്. അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. എന്തായാലും ഇത് അവരുടെ ആവാസ മേഖലയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഓരോ വില്ലേജ് കയറി. അതെ അതെ, ഓരോ വില്ലേജാണ്. ഒരു വില്ലേജ് മൊത്തം പച്ചപ്പാ. പൊളി മൂടാണ്. കാട്ടിൽ വന്നാൽ മാനിനെ കാണണം. പക്ഷെ ഇവിടുത്തെ മാനിന് കുറച്ച് വ്യത്യസ്തമായ മാനാണ്. പുള്ളിമാനല്ല, ഇവിടുത്തേക്ക് ഒന്ന് കലമാനാണ്. അല്ലേ, കലമാൻ. ഇഷ്ടം പോലെ ഇതുപോലത്തെ ചളിക്കുണ്ടുകളാണ് കസിറങ്ക നിറയെ ഉള്ളത്. സത്യത്തിൽ പന്നിയോ സത്യത്തിൽ ആ ഒരു ഹൈറ്റിലാണ് ഇവിടെ മൊത്തത്തിൽ ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. അത് നമുക്ക് റോഡ് ട്രക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പോയാലും കൂട്ടിയതാണ് അല്ലേ, മണ്ണിട്ട് ഉണ്ടാക്കിയതാണത് ഇവർ. അല്ലെങ്കിൽ ഇതാ ഈ കാണുന്ന നിലംപരിശ നിരപ്പിലൈക്കാരം നമ്മളും പോവേണ്ടത്. അവിടെ എന്താ പുഴയാണോ വെള്ളക്കെട്ടാണല്ലേ. നല്ല പുല്ല്. ഓ പ്രത്യേക വൈബിട്ടാ. ഈ ബാഹുബലിയിൽ എന്താ പന്നിന് പോലുണ്ടല്ലോ അമ്പയാണ് അല്ലേ, അതുപോലത്തെ ഒരു ഫീൽ നമുക്ക് തരുന്നുണ്ട്. കാട്ടുപോയി ഇതാ പോണല്ലേ, കാട്ടുപോയി എന്നൊക്കെ പറഞ്ഞ ഒറിജിനൽ കാട്ട്, അല്ലാതെ നമ്മളടുത്തെ ചെമ്മലപ്പട്ടയല്ല. കാട്ടുപോയി ആക്കണ മുന്നിൽ കൂടെ ഒക്കെ ഉണ്ട് അല്ലേ, നമ്മളവിടെ ചെമ്മലപ്പട്ട നോക്കോ അല്ലേ. ഒന്ന് ഇരിക്കാന്ന് കരുതി കുക്കൊക്കെ ഇരുന്നു. ഉള്ളി ടൈഗർ ഏരിയ കേട്ടോ, ടൈഗർ ഏരിയ ആണ്. ഇവിടെ കാണ്ടാമൃഗം ഉണ്ടാവില്ല, ഇവിടെ ഉള്ളി ടൈഗറാണ്. മോനെ കുക്കോ 4 നോക്കിക്കോ. ആ ചെങ്ങായ വന്ന് മേത്തിക്കൊക്കെ ചാടി കഴിഞ്ഞാണ്ടല്ല നമ്മളെ തലോട്ടിയും കൊണ്ട് പോകും. പക്ഷെ എന്താണ് ടൈഗറിന്റെ ഏരിയ ആയിട്ടാ, നമ്മൾ ടൈഗറിനെ കാണില്ലല്ലോ. എന്നിട്ട് കാസിറങ്കിയുടെ ഉൾവനത്തിലൂടെ പോകുകയാണ് ചെങ്ങന്മാരെ. എന്താ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടത്. ഞാൻ ഇതായിട്ട് ചെയ്തില്ല, അതുകൊണ്ടൊക്കെ അറിയില്ല. ടൈറ്റ് കാട് എന്ന് പറഞ്ഞാൽ ടൈറ്റ് കാട്. നേരത്തെ നമ്മൾ കണ്ടിരുന്ന ആ ഒരു വെള്ളക്കെട്ടോ അല്ലെങ്കിൽ പുല്ലുകളോ ഒന്നുമില്ല. വൻവൃക്ഷങ്ങളും അതിൻ്റെ ഇടയിലൂടെ വരുന്ന ആ സൂര്യപ്രകാശമൊക്കെ നമുക്ക് തരുന്ന ഫീലുണ്ടല്ലോ. ഓ അസാധ്യ എക്സ്പീരിയൻസ് ആട്ടാ. ടൈറ്റാ, നല്ല ടൈറ്റാണ്. കാരണം നമുക്ക് നല്ല ഒരു ടൈഗറിനെ കൂടി കണ്ടു കഴിഞ്ഞാൽ, ഒരു പുലിനെയും കൂടി കണ്ടു കഴിഞ്ഞാൽ പരിപാടി ഒന്നും കൂടി കളറായി അല്ലേ. നമ്മളെ മുന്നത്തെ വണ്ടിയിൽ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളുടെ വണ്ടി ആ വണ്ടിനെ ഓവർടേക്ക് ചെയ്യാത്ത. അല്ലെങ്കിൽ നമ്മൾ ഫറൂഖ് ഖാനോട് ഞാൻ പറഞ്ഞു ഓവർടേക്ക് ചെയ്യാം. ഫറൂഖ് കാരണം ചെയ്യുന്നതിനല്ല, പക്ഷെങ്കിൽ അതിൽ ഉദ്യോഗസ്ഥ ഉണ്ട്, അപ്പോൾ ആ സീനാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ എന്താണ് കാട്ടുപോത്തിൻ്റെ തല, പിന്നെ വേറെ എന്തിൻ്റെയൊക്കെയോ തല. വ്യൂ പോയിന്റ്, അവിടെ ചെറിയ വ്യൂ പോയിന്റ് ഉണ്ട്, പോയോക്കല്ലേ. അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടുണ്ട് ഈ ഒരു ക്യാമ്പിൻ്റെ അവിടെ. ഉണ്ടാ ഈ സാധനങ്ങൾ കാണുമ്പോഴാണ് നമുക്കൊന്നും കൂടി അല്ല ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലേ. കാട്ടുപോത്തിൻ്റെ തല ഇത്. അത് കാട്ടുപോത്തിൻ്റെ തല. ഇത് കൈനൻ്റെ തലടാ. ഇത് മാനുണ്ടാ, ഉണ്ടാ. എലിഫന്റോ? ഇവിടെ എലിഫന്റ് ഉണ്ട്. എടാ വല്യ ആടാ, വലിയ പല്ലല്ലേ. തിന്ന് പല്ലൊക്കെ തേഞ്ഞു പോയി അല്ലേ. ഇവിടെ എലിഫന്റ് ഉണ്ട്. എലിഫന്റ് ഇതറേ എലിഫന്റ് ഉണ്ട് പോലെ ഫറൂഖ് പറയുന്നു. ഓ ജാഥാ ദൂരെ. വലിയൊരു അറ്റാക്കിംഗ് മൈൻഡില്ലേ, നമുക്ക് അതിൻ്റെ മേലെ കയറാം. വാ.
ഇവിടുന്ന് ആന ശരിക്കും കാട്ടെ. ഞങ്ങളിപ്പോൾ വ്യൂ പോയിന്റിന്റെ മേലെ കയറിയതാണ്. ഈ നിൽക്കുന്ന കറുപ്പ് തന്നെയാണ്. ശരി നേയിലാണ് അവിടെ, നേയിലാണ് ഉണ്ടോ? പിന്നെ അവിടെ ഒരു ഗായനുണ്ട് അല്ലേ? ഒന്ന് ക്ലിയറല്ല. ഇതൊക്കെ നമ്മളെ സൂമിങ് കപ്പാസിറ്റി ആണ്. നമ്മൾ പോകുന്ന വഴിയാണത്. ഫുള്ള് പുൽമേട് പോലെ കിടക്കുന്ന സ്ഥലം. മേലെ നോക്കുമ്പോൾ അല്ലേ, ശരി നമ്മളെ ഹൈറ്റ് ഉണ്ട് ഈ പുല്ലിന് അല്ലേ. ഇതൊരു വ്യൂ പോയിൻ്റാണ്. നമ്മുടെ ഇതൊരു ക്യാമ്പാണ്. ഈ ക്യാമ്പിലുള്ളൊരു വ്യൂ പോയിൻ്റാണിത്. ഇവിടെ നൈറ്റൊക്കെ നിൽക്കുന്ന ആളുകളുടെ ഒരു കാര്യം ആലോചിച്ചൊക്കെ അല്ലേ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോകുന്ന സ്ഥലമാണത്. എന്ന ലുക്കില്ലേ. ഇത് കാണണമെങ്കിൽ സഫാരി എടുക്കുന്നേ വേണ്ടേ അല്ലേ. ആസാം പോകുന്ന കാശിറങ്ങ് കയറാതെ എങ്ങനെ പോകുന്നു? നമ്മളെ മുന്നിലാണെങ്കിൽ ഒരു വണ്ടി പോകുന്നുണ്ട്. അവനാണെങ്കിൽ പൊടി പോർപ്പിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ വണ്ടി പോകുമ്പോൾ അതിൻ്റെതായിട്ട് പൊടിയിട്ട് വേണ്ട. നമ്മൾ അതിലൊന്ന് പോവേണ്ടത്. പക്ഷേ നമ്മൾ വേറൊരു വഴി, സ്റ്റാർട്ടിങ്ങുള്ള വേറൊരു വഴിയുണ്ട്, അതുവഴി തിരിഞ്ഞിട്ടുണ്ട്. സംഭവം 2 മണിക്കൂർ പറഞ്ഞ പോലെ ഉണ്ട് കേട്ടോടാ അല്ലേ. അങ്ങനെയെങ്കിൽ വേറൊരു ഏരിയയിൽ കൂടെ കയറിയിട്ടുണ്ട്. ഇനി ഇതുവഴി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നോക്കാം നമുക്ക്. ഈ കാട്ടിലെ അല്ലെങ്കിൽ ഈ കാസിറങ്ങ നാഷണൽ പാർക്കിലെ മറ്റ് അതിഥികളാണ്, എന്താ പറയുക, അതിഥികളല്ല, ആവാസ കേന്ദ്രമാക്കിയ മറ്റു വിഭാഗമാണ് ഈ ദേശാടന പക്ഷികൾ. ദേശാടന പക്ഷികൾ ധാരാളമായിട്ട് ഈ ഒരു ചെളിക്കുണ്ടുകളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നാടൻ കൊക്കോ, നാടൻ കാരക്കൊക്കെ അറിയാം. നാടൻ കാരക്കൊക്കിനെ നാടുണ്ട്, കാരൻ കൊക്കോ, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഒട്ടുമിക്ക എല്ലാവിധ ജന്തുജാലങ്ങളുണ്ട്. നമ്മളെ ഭാഗ്യം പോലെ നമുക്ക് കാണാൻ പറ്റും. കാട് പറയണ അങ്ങനെയാണല്ലോ. ടൈഗർ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലമാണിത്. വെള്ളം കുടിക്കാനൊക്കെ വരുന്ന സ്ഥലമാണ്. പക്ഷെ എങ്കിൽ നമുക്ക് ഇവിടെ ഭാഗ്യമില്ല അല്ലേ. ഭാഗ്യമില്ല അമ്മണിയെ മടക്കി വെച്ചാള. ഒരു ടൈഗർ മരുന്നിനെങ്കിലും ഒന്ന് അല്ലേ കിട്ടും. കാണും. നമ്മൾ ഇതിൽ കാണേണ്ടതാണ്. ആത്മവിശ്വാസം, പ്രതീക്ഷ. കാട്ടുപോയി ഒറിജിനൽ സാധനം കണ്ടോളി മക്കളെ. എന്താ നല്ലൊരു ചെങ്ങനാട്ടാ. അടിപൊളി ചെങ്ങൻ, പെട്ടനാണ്. ലസ്ഗോ ഓക്കെ. ഓ സൂപ്പറായി. അതുകൊണ്ട് എന്തായി 2 ഉണ്ട്. നമ്മൾ നിർത്തിയോണ്ട് ഇവർക്കും കാണാനായി അല്ലേ. അപ്പം നമ്മളതാ പറഞ്ഞത്, നമ്മൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. നല്ല വാലുണ്ട്, നല്ല പൂവനാണ്. ആക്കണ തള്ളനെ കുട്ടീനെ കാണാൻ വേണ്ടി പറ്റിയിട്ടാ. ഓ ചെറിയ പോയതല്ലേ. ഓ കൊള്ളാട്ടാ, സാധനം സൂപ്പറായി. നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ആഹാ. നമ്മളിവിടെ ഇതൊരു എൻ്റെ തന്നെയാണ് തോന്നുന്നു അല്ലേ. പിന്നെ ഇവർ നമ്മളങ്ങനെ ഒരു ക്യാമ്പിലേക്ക് കൂടി കൊണ്ടുവന്ന് നിർത്തും. ഇവിടെ ഈ ഒരു ക്യാമ്പിൽ നിർത്തിയിട്ട് ഇവിടെ എന്തൊക്കെയാണ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മേലെ കയറിയിട്ടൊരു വ്യൂ ഉണ്ട്. ഇതുവഴി ഫോറസ്റ്റിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഏരിയ കൂടെ പോകാനാണ് പറ്റേണ്ടത്. ആദ്യം നമുക്ക് താഴത്തുനിന്ന് ഇവിടുത്തെ ഒരു ലേക്കല്ലത്, അത് വലിയ ആഴമെന്നുള്ള സംഭവമൊന്നുമല്ല, ഒരു ചെളിയാണ് അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് കാണാം. ഇതിൻ്റെ അക്കരയൊക്കെ ഇഷ്ടം പോലെ കാണ്ടാമൃഗങ്ങൾ ഉലാത്തുന്നുണ്ട്. മേലെ കയറിയിട്ടുള്ളൊരു വ്യൂ ആണത്. ഇത് ഈ ഒരു എന്താ പറയുക, ലേക്കിൽ ഇഷ്ടം പോലെ വേഴാമ്പലാടാ മുതലായിട്ടാ മലമുഴക്കി അല്ലേ. അതിൽ പോയാവും. ഇതിലിഷ്ടം പോലെ മീനുകളാണ് ഈ ഒരു ചെളിക്കുണ്ടിലുള്ളത്. ചെളിക്കുണ്ടല്ലത്, ഇങ്ങനെ ഒരു തടാകമായിട്ട് കിടക്കണം അല്ലേ. ആഹാ, നല്ല വ്യൂ തന്നെ കേട്ടോ. മേലെ കയറി കഴിഞ്ഞാൽ സുന്ദരമായ കാഴ്ചയാണ്. ബൈ ബൈ കാസറങ്ക. നമ്മൾ കാട്ടിൽ നിന്നും പുറത്തേക്ക്. ആഹാ, ഇനി നെക്സ്റ്റ് അവിടെ 2 വണ്ടികൾ ഒരുമിച്ചൊക്കെ പോകുമോ ചെങ്ങന്മാരെ? എന്ത് പണികൾ കാട്ടണേ. കറക്റ്റ് കള്ളൻ നോക്കിക്കാൻ്റെ നമ്പർ വേണ്ടവർ ഒന്ന് വിളിച്ചു നോക്കുക അല്ലേ. കുഴപ്പമില്ല, ആള് അടിപൊളിയാണ്. നല്ല മൈൻഡ് സെറ്റാണ്. ഇനി നമ്മുടെ താത്താൻ്റെയൊക്കെ ചായ കുടിക്കില്ലേ? ചായ്. അങ്ങനെ സഫാരിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളുടെ കൂമനുള്ള സഫാരിയാണ്. പോണ ബൈക്ക് നമുക്ക് കുക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കിട്ടുമോ നോക്കണം. പിന്നെ നമ്മുടെ ഫറൂഖാനോടൊക്കെ നമ്മൾ യാത്ര പറഞ്ഞാണ്. നമ്മൾ പോവാണ്. അപ്പൊ എന്നാ പിന്നെ ഞങ്ങള് ഇതുവഴി നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് അല്ലേ. ടാറ്റാ. അങ്ങനെയെങ്കിൽ ഞങ്ങള് കാസരംഗ രണ്ടാമത്
നമ്മളെ മറ്റേ പ്രശ്നം ചാട്ടം തന്നെ. ബ്രേക്ക് ജാമാകാ. അങ്ങോട്ട് പോകണ്ടേ? ഓ അല്ലാത്ത ഞങ്ങള് ഇവിടെ നിന്ന് കയറി. ഇതൊരു വർക്ക്ഷോപ്പാണ്. നമുക്ക് ആ ഒരു ഇക്ക കാണിച്ചു തന്ന പറഞ്ഞു തന്ന വർക്ക്ഷോപ്പാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഇന്നലത്തെ മായിരുന്നേ. അപ്പൊ വണ്ടി കുഴപ്പമില്ല. അപ്പൊ ഫസ്റ്റ് നമ്മള് രാവിലെ എടുക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. അത് ലൈനർ മാറ്റിട്ടേ അപ്പൊ ഒന്ന് കയറി കളിച്ചു കാണുമല്ലേ. റണ്ണിങ്ങിൽ പിന്നീട് ഒരു പ്രശ്നം വന്നു. ഇപ്പൊ ഇന്നലെ നമുക്ക് നമ്മളെ ശരിയാക്കിട്ട് പിന്നെ വന്നിട്ടോ ഇല്ല. ആ ഏതായാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പോയോക്കാം. അങ്ങനെ നമ്മൾ ജോർഘട്ടിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് പോയിരുന്ന ഒരു ഹൈവേ തന്നെയാണത്. അതായത് നമ്മള് എന്താ പറയാ, കിടത്തൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോയിരുന്ന പാസ്സായിരുന്ന റോഡ് തന്നെയാണ്. അതുപോലെ തന്നെ മാറ്റുള്ളിലേക്ക് പോയിരുന്ന റോഡാണ്. അങ്ങനെ ഈ റോഡ് നമ്മൾ പോയതാണ്. പക്ഷെ ഇത് നമ്മളുടെ കണക്ക് കൂട്ടല് കൃത്യമാക്കാത്ത രീതിയിലായതുകൊണ്ട് ആ തലക്കത്ത് എടുത്ത് ഈ തലക്കേക്ക് വന്നു. അങ്ങനെ കാട്ടി നമ്മളൊരു വിട്ടിത്തം ചെയ്തു. ആ വിട്ടിത്തത്തിന്റെ ഫലമായിട്ട് നമ്മൾ 150 കിലോമീറ്റർ ഏറെ ഓടണം. അതിൽ ഇങ്ങനെ 112 കിലോമീറ്റർ കൂടി ഓടണം. കറി വെക്കാനൊന്നും വാങ്ങിയിട്ടില്ല. കറി വെക്കാനൊക്കെ രാത്രിയേക്ക് വാങ്ങാം. ഇപ്പൊ തൽക്കാലം ഉച്ചയായി. അപ്പൊ പിന്നെ നമ്മള് പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കരുതി. രാവിലെ താത്താൻ്റെ അടുത്ത് ചായയും ബിസ്ക്കറ്റ് തിന്നതാണ്. വേറെ ഒന്നും കഴിച്ചില്ല. അപ്പൊ ദാബുണ്ട്. ദാബം കഴിക്കണം. യൂട്ടം കിട്ടാൻ സമയം. യൂട്ടം എടുക്കുകയാണെങ്കിൽ ഒരുപാട് ദാബയും കഴിഞ്ഞ് കുറെ പോന്നു. കിട്ടുമൊക്കെ എവിടെയൊക്കെ ചെയ്യാനോ. അവിടെ ഉണ്ട് 100 സ്പീഡുണ്ട്. 100 അടിച്ചു വിട്ടോളിയാ. യാതൊരു ദയം വേണ്ട. കൂമനോട് നിർത്തിയിട്ടുണ്ട്. പോകുന്ന വഴി കുറേ സമയമായി. ഇനിയും തെരഞ്ഞ് നിന്നാൽ ശരിയാവില്ല. ഇവിടെ ഇങ്ങനെ ചെറിയൊരു ധാബയുണ്ട്. ഇവിടെ റൊട്ടി ഉണ്ട്. നല്ല പറഞ്ഞ റൊട്ടി ആക്കണം. നാടൻ വണ്ടി ആളുണ്ടത്. മരമുറിക്കാരനാട്ടോ ആള്. ആശാരിപ്പണിയാണ്. മരപ്പണി. അപ്പോൾ നമ്മൾ റൊട്ടി പിന്നെ അയക്കെന്തുള്ള ചാത്തും റൊട്ടിൻ്റെ ആളുമാണ്. അത്ര വലിയ മെച്ചം പറയാനൊന്നുമില്ല. ഇതല്ല വേറെ കിട്ടണ്ടേ. നമ്മൾ പോകുന്നിട്ട് ഇപ്പോൾ ഇത്രയും ദൂരമായിട്ട് നമ്മളുണ്ടല്ലോ വേറെ ഉണ്ടല്ലോ ഇല്ലല്ലോ. റൊട്ടി ഒക്കെയാണ് കറിയാണ്. ആളുടെ ആ ഒരു ഇത് പറയുന്നത്. ഈ റൊട്ടിയൊക്കെ ഇങ്ങനത്തെ റൊട്ടി കാര്യങ്ങളൊക്കെ തിന്നുന്നതിൽ നമുക്ക് വേറൊരു പ്രയോജനം കൂടി ഉള്ളത് എന്താ വെച്ചാൽ ഇതിന് വലിയ ചിലവുണ്ടാവില്ല. റൊട്ടിക്കത്താ 20 റുപ്യ 10 റുപ്യ ഇത്രേ ഉള്ളൂ. 20 റുപ്യ അല്ലേ റൊട്ടിക്ക്? നമ്മൾ മൊത്തം 8 റൊട്ടി ഒന്ന് പറഞ്ഞ അത് സുഖമാണ്. വലിയ ചിലവുണ്ടാവില്ല. 8 റൊട്ടി ഒന്ന് അപ്പം എത്ര ആവാന്നുള്ളതല്ലേ. കണ്ണുക്കുള്ളുരെന്താൽ കോച്ചി നിന്നെന്താൽ മുഖവരെ മാറ്റി വയ്ത്താൽ ഒരു വണ്ണത്തിൽ ഉച്ചയില്ല വഴി തേടി പോകാതെ மட்டும் നമുക്ക് ഇറക്കി അറിയൊന്നുമില്ല. എന്നാലും ഒരു പാട്ടൊക്കെ പാടി അങ്ങനെ പോയായിരുന്നു. അടുത്തേതാ? നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ്, കണ്ണുകളിലാണ് ഫാത്തിമ ഫാത്തിമ. നെഞ്ചിനുള്ളിൽ കടലിനരികിൽ വിളിച്ചാലും എന്നെ ഞാൻ കൊണ്ടുപോകും. പാട്ടിനെ പറയിപ്പിച്ചാൽ ഓരോരോ പരിപാടി. ആ വേണ്ട വേറെ നെക്സ്റ്റ് ട്രാക്ക് മാറ്റി. പരിശോധന ട്രാക്ക് മാറ്റി. മാപ്പിള പാട്ടല്ല സിനിമ പാട്ടൊക്കെ. ഏതാ? മന്ദാര ചെപ്പൊക്കെ. മന്ദാർ. ഓക്കെ റെഡി. 1 2 3 സ്റ്റാർട്ട്. മന്ദാര ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാനദിയിലേ പൊന്നോന്തേനും ഭയപ്പുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ കയ്യില്ല മൗനം പാടും.
അത് ഉള്ളിലെ കയ്യിലായി നമുക്കത് സംഭവം അറിയില്ല കേട്ടോ. സാധനം കൊടുത്തില്ല, മരുന്നൊന്നുമില്ല നമ്മളടുത്ത്, ഒരു മരുന്നുമില്ല. ഇതൊക്കെ ഒരു രസം. ഞങ്ങളുടെ വണ്ടിയിൽ സെറ്റ് ഇല്ല പാട്ട് വെക്കാനേ. അപ്പൊ ഞങ്ങളുടെ ഒരു ബ്ലൂടൂത്ത് ആണ് ഉള്ളത്. അപ്പൊ ഈ ബ്ലൂടൂത്ത് ഞങ്ങള് പലപ്പോഴും ഞങ്ങൾ വെക്കാറില്ല. അതൊരു പണിയാണ്. ബാഗിൽ നിന്ന് എടുത്ത് അത് ചിലപ്പോ ചാർജ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചാർജ് ചെയ്ത് എപ്പോഴേലൊക്കെ ഒരു പാട്ട് കേൾക്കണമെങ്കിൽ എഴുതി ഞങ്ങളെ വെക്കലും ഉണ്ട്. അല്ലാത്ത സമയത്ത് ഞങ്ങള് അധികം തൊള്ളപ്പാട്ടാണ്. ഇങ്ങനെ പാടി പാടി അങ്ങനെ പോകും. ഇതിപ്പോ നമ്മള് പോകുന്ന ഹൈവേ ആണ്, അതാണ് ഇതിലൂടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും കാണിക്കാല്ലാത്തത്. ഇതൊക്കെ നമ്മള് പോയി പോകുന്ന വഴിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത് പാട്ടൊക്കെ പാടി. നീ ചിരിച്ചാൽ 1000 മുല്ലമുട്ടി വിരിയും പോലെ, നീ മൊഴിഞ്ഞിന്റെ പൂങ്കുയിൽ പാടും പോലെ. അതൊക്കെ ഒരു പാട്ടും നമുക്കറിയില്ലല്ലോ. ഒരു പാട്ടല്ല, മനസ്സിന് പാടാണ്. ഇപ്പൊ ഇതെല്ലാം ഫുള്ളൊരു പാട്. പുറത്തുകാട് വരൂല, ചാടാനോ പാട്. പുറത്ത് ചാടാൻ പാടാ. ഇത് ലോറികള് രണ്ട് സൈഡിലും ഇടിച്ചിട്ടത് പോകുന്ന വഴിയിൽ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. നല്ല ചെക്കിങ് ഉണ്ട് കേട്ടോ. ചെക്ക് ചെയ്യണ്ടല്ലേ ഇവരെ. ലോറിയാണ്. ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. വരി നിരയായി. ഇതന്നെ പകുതിക്കെന്നാണ് നമ്മൾ തുടങ്ങിയോണ്ടല്ലേ ഇഷ്ടം പോലെ ഉണ്ട്. ആ സൈഡ് മാത്രല്ലായിരുന്നു, ഇവിടെ അങ്ങോട്ടേക്ക് ചെയ്യുന്ന വാഹനങ്ങൾ ഈ സൈഡിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റോട്ടില് ലോറികളില്ല. സാധാരണ വണ്ടിക്കാർ മാത്രമേ ഉള്ളൂ. നമ്മള് കാറുകാർ മാത്രമാണ്. നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് പിടിക്കണം. നമ്മള് നേരത്തെ നമ്മളെ സൈഡിൽ ലോറി ആയപ്പോ നമ്മള് ഇങ്ങോട്ടേക്ക് മാറിയതാണ്. ഇപ്പൊ എല്ലാരും നമ്മളെ അതിൽ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ സ്പീഡിൽ പോകേണ്ടവർക്ക് പോകാലോ അല്ലെ. പിന്നെ മെയിൻ ആയിട്ട് ആ സൈഡിൽ വല്ലാതെ പോവാത്തതിന്റെ ഒരു കാരണം എന്താ വെച്ചാല് ഈ സൈക്കിൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ഈ റിക്ഷ, ബൈക്ക് മുതലായവയൊക്കെ അതിൽ പോകുന്നതുകൊണ്ട് തന്നെ അവര് ഒരു എന്താ പറയാ, ഒരു അച്ചടക്കത്തിലും നല്ല ഡ്രൈവ് ചെയ്യണം. അപ്പൊ അത് നമുക്കൊരു അപകടത്തിന് കാരണമാക്കേണ്ടതിട്ടാണ് റൈറ്റ് സൈഡ് പിടിച്ചു പോകണം. വലിയ സ്പീഡില്ല, അപ്പൊ പിന്നെ നമുക്ക് ഈ സൈഡിൽ പിടിക്കാം. അപ്പൊ ഈ സൈഡിൽ തന്നെ ലോറികളുണ്ട്. ഇവിടുന്ന് തുടങ്ങി വരുമല്ലോ. അത് പോലീസുകാരും ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ കയ്യിലൊക്കെ ഗണ്ണുണ്ട്. മിലിറ്ററി ഉദ്യോഗസ്ഥരല്ല, പോലീസുകാർ തന്നെയാണ്. എന്താ പറയാ, എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അപ്പോഴും. ഞങ്ങൾ അവിടെ നിന്ന് അടുത്തൊരു പോലീസുകാരെ കൈ കാട്ടി. പക്ഷേങ്കിൽ ഞങ്ങൾ പോകുന്ന കഴിഞ്ഞിട്ട് ക്ലാസ്സിലെ ഞാൻ കാണും. അത് പിന്നെ ആക്കി വന്ന് ഞങ്ങളെ തന്നെ ആണോ അല്ലേ, കൺഫ്യൂഷൻ കൊണ്ട് ഞങ്ങൾ നിർത്തിയില്ല. അത് പോകും. നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്, കോമനവിടെ നിർത്തിയാണ്. നല്ല തിരക്കാണ്. ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. ഒരു കുറച്ച് ചിക്കനെങ്കിലും വാങ്ങിക്കാന്ന് കരുതി, കാരണം ഒന്നുമില്ലല്ലോ അല്ലേ. കുറച്ച് ചിക്കൻ വാങ്ങിക്കണം. അപ്പോൾ ചിക്കൻ കഴിച്ചിട്ട് നമ്മളുണ്ടാക്കിയിട്ട് കുറേ അല്ലേ. കുക്കർ ചിക്കൻ നമ്മളുണ്ടാക്കിയിട്ട് കുറേ ആയിട്ടാണ്. അപ്പോൾ അതുണ്ടാക്കാനുള്ള സാമഗ്രികൾ കിട്ടണം നമുക്ക്. നല്ല മീനും ഉണ്ടല്ലേ. മീൻ വേണ്ട, മീൻ എന്താ വെച്ചാൽ നമ്മളവിടുത്തെ മീൻ പോലത്തെ മീനല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വാങ്ങാത്തത്. എന്നാലും നമുക്ക് ഇതൊക്കെ നമ്മൾ വാങ്ങി കഴിക്കലുണ്ട്. ഇപ്പം പിന്നീട് പിന്നെ ഞങ്ങൾ വാങ്ങാതെ. ഇവിടെ എവിടെ ചിക്കൻ പറഞ്ഞ ചിക്കൻ ഇവിടെ അതിന് കോയിനൊക്കെ ഇവർ അടിച്ച കൊല്ല. അറക്കണ പരിപാടിയില്ല ഇവർക്ക്. അറക്കാൻ അറിയില്ലോണ്ട്, അല്ലെങ്കിൽ അറക്കണതിൽ വലിയ പുണ്യമില്ല എന്ന് കരുതുന്ന ആൾക്കാരാണാവോ അല്ലേ. തച്ച് കൊല്ലണം, അപ്പോഴാണ് അവർക്ക് അതിൻ്റെ റങ്ക് വരുന്നുള്ളൂ. കത്തിയൊക്കെ മുറിച്ചും കൂട്ടുണ്ടാവും കേട്ടോ. ഏതായാലും നമുക്കിതും വാങ്ങിയിട്ട് നല്ലൊരു അധീനം നോക്കിയിട്ട് ഇന്ന് അണയാം. നാളെ നമുക്ക് ഇവിടെ മൊത്തത്തിലൊന്ന് കറങ്ങാണ്ട് അല്ലേ. എനിക്കിപ്പോ നാട്ടിൽ പോകാൻ ഏറുന്തി അല്ലേ, കൺമുമ്പിലൊക്കെ കാണുന്നു. അറിയില്ല ഇതാകും ചെങ്ങന്മാരെ. ശിവസാഗർക്ക് പോകുന്നതിൻ്റെ വഴിയിലാണ്. വഴി ഇതാ കിടക്കണു. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു 1-2 കിലോമീറ്ററൊക്കെ പോയാലെത്തും. കുക്കിംഗ് പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. പാത്രങ്ങൾ കഴുകാണ്ടല്ലേ, പാത്രങ്ങൾ കഴുകാണ്ട്. പിന്നെ ചായ ഇവിടെ വെച്ചിട്ടുണ്ട്. ചായൻ്റെ പരിപാടിയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇരുടാണതിൻ്റെ മുന്നേ വേഗം പരിപാടി നോക്കണം. അതെ, ഇല്ലെങ്കിൽ പണി കിട്ടും അല്ലേ. പണിട്ടന്നല്ലേ ലൈറ്റ് ഇടണം. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലാപ്ടോപ്പും കൂടി ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ചാർജ് വല്ലാതെ തീർക്കാൻ ഉദ്ദേശിക്കണില്ല. ഏതായാലും നോക്കട്ടെ. ഞാനപ്പത്തിന് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് പറ്റട്ടെ. കൈപ്പണി തുടങ്ങട്ടാ. ചിക്കന്
ഏറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ചിക്കൻ വാങ്ങിയിരിക്കുകയാണ്. ഏറെ നാൾ പറഞ്ഞാലേ നമ്മളൊരു 10 ദിവസം നമ്മൾ കുക്ക് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ കഴിച്ചിട്ടില്ല എന്നല്ല അറിയണേ. സാറിൻ്റെ അവിടെ വന്നപ്പോഴൊന്നും കഴിച്ചില്ല. ഇല്ല, അവിടെ കഴിച്ചില്ല നമ്മൾ. ഇല്ലേ, അവിടെ ഒരു ദിവസം ചെന്ന് 2 ദിവസം മീന് കപ്പ, അതുപോലെ തന്നെ ബീഫ്, പോർക്ക് 4 കല്ല് കോഴിയേ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞങ്ങളവിടെ കഴിച്ചത്. പിന്നെ ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ള അവിടെ നിന്ന് എന്നാണിപ്പോൾ നമ്മളിങ്ങനെ ചിക്കനൊക്കെ വെക്കുന്നത്. ഓക്കെ, ഉപ്പുണ്ടോ ഉപ്പേരൊക്കെ ഇതാക്കി വെക്കാം. ആക്കിക്കോ. എരിവറുണ്ട്, ഉപ്പുണ്ട്. ഉപ്പ് കുറച്ചിട്ടുണ്ട്. പാകാ ഉണ്ട് എരിട്ടാ വാണിങ് ഉപ്പ് പിന്നടാ. പോലെ പിന്നെ അത്യാവശ്യം മുളകുണ്ട്. ഇതൊന്നില്ലാതെ ഇവിടുത്തെ മുളകായിട്ട് കളറും ഇല്ല എരിവില്ല. ചെങ്ങന്മാരെ തണുപ്പുണ്ട് കേട്ടോ. അല്ലേടാ തണുപ്പുണ്ട്. കട്ടൻ ചായ ഉണ്ട് ഇന്നത്തെ ചായക്ക്. എന്നത്തെ ചോറ്റക്ക് കട്ടൻ ചായയും കൂടി ഉണ്ട്. ഇന്ന് കുറച്ച് നേരത്തെ അല്ലേ നമ്മളിന്ന്? കുറച്ച് നേരത്തെ വിശപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചക്ക് ആ റൊട്ടിയില്ല രാവിലെ ഒന്നും തിന്നിട്ടില്ല. നമ്മള് കിട്ടും പോലെ വണ്ടികളാ മേടിക്കുന്നു വേണ്ട. ആൾക്കാരുണ്ട്, ആളുണ്ടാവുണ്ട്. നമ്മളപ്പുറത്ത് വലിയൊരു വില്ലേജ് ഉണ്ട്, വലിയൊരു ഏരിയ ഉണ്ട്. ഇതിനുള്ളിൽ കൂടെ പോയിട്ട് ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആളുകളതിൽ പോണ്. ഭക്ഷണം ആയിക്കോട്ടെ കേട്ടോ, രസമുണ്ടായ ചെങ്ങന്മാരെ. അപ്പം ഞങ്ങളങ്ങനെ ചിക്കനും കൂട്ടി ചോറൊക്കെ തിന്ന് കിടക്കുവാണ്. ഓനൊക്കെ ശരിക്കും ബാക്കിൽ കയറി കിടന്നു. സമയം 8:30 അതാണ് തണുപ്പ്. ഇപ്പൊ ഇവിടെ പെട്ടെന്ന് ജാസ്തിയായി. ഇവിടെ തന്നെ പുറത്തൊക്കെ നല്ല തണുപ്പാ. വന്നപ്പോ കേട്ടോ അപ്പല്ലേ. ഏതായാലും ഞാൻ ചെറിയൊരു എഡിറ്റിങ്ങിലൊക്കെയാണ്. എഡിറ്റിങ്ങൊക്കെ ആയിട്ട് ഞാനും കിടക്കും. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്തല്ലേ വേണ്ടി നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.